യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരുപകരണം. യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരുപകരണം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ക്രിസ്തീയ ജീവിതത്തിന് അയോഗ്യമായ അശുദ്ധിയെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന് യോഗ്യമായ കാര്യങ്ങളുണ്ട്, നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ നാം യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചപ്പോൾ ഈ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നവർ ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. അതാണ് ദുർനടപ്പിനെ കുറിച്ച് പറയാം. അവിടെ പറയണ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും എനിക്ക് സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. എന്നിട്ട് പറയാണ്, ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്ന കാര്യം, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമ്മൾ ദുർനടപ്പ് ചെയ്യാം. എന്നാൽ ദൈവം കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നമ്മുടെ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ ഉയർപ്പി. എന്നിട്ട് നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലേ? നാം യേശു ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിട്ടാണ് നമ്മുടെ ശരീരങ്ങൾ. ക്രിസ്തു തലയായിരിക്കുമ്പോൾ ശരീരമായ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് അശുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ശരീരങ്ങൾ ദുർനടപ്പിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. ചില തെറ്റായ ടീച്ചിങ് ഉണ്ട്. ഈ ശരീരത്തിൽ നമുക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്ന ടീച്ചിങ് ഉള്ളപ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമല്ല. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. എന്നിട്ട് പറയണം, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമാകും തീരും എന്നുണ്ടല്ലോ. എന്നിട്ട് പറയണം, കർത്താവിനോട് പറ്റിച്ചേരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകും. എന്നിട്ട് പറയാം, ദുർനടപ്പ് വിട്ട് ഓടുവിൻ. എന്നിട്ട് പറയാം, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാവവും ശരീരത്തിന് പുറത്താണ്, എന്നാൽ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി തന്നെ പാപം ചെയ്യുന്നു. അതുകൊണ്ടിത് നമ്മുടെ ജീവിത പങ്കാളിയല്ലാതെ ഒരാളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് പാപം തന്നെ. അത് ശരീരത്തിന് പുറത്തുള്ള പാപമാണ്. അതാണ് പറയുന്നത്, ദുർനടപ്പ് വിട്ട് ഓടുവീൻ. അതിനെയാണ് ദുർനടപ്പെന്ന് പറയുന്നത്, തെറ്റായ നടപ്പ്. അത് വിട്ടിട്ട് ഓടാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിലും വലിയ ഭീകരമായ ഒരു അനുഭവം വരാൻ പോകണം, അതിന് രക്ഷപ്പെട്ടോളാനാണ് ഓടാൻ പറയുന്നത്. അവിടെ വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അത് ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. ഇപ്പോൾ എന്തെങ്കിലും ഉപദ്രവകാരിയായ ജീവികൾ നമ്മൾ ഓടി രക്ഷപ്പെടാൻ പറയും. എന്ന് പറയുന്ന ഒരു ദുർനടപ്പും പറയാണ് വിട്ടോടാൻ. സ്വന്തം ശരീരത്തിന്
ജീവിത പങ്കാളിയല്ലാതെ വേറൊരാളുമായി ജീവിതം പങ്കുവയ്ക്കുമ്പം അത് വാസ്തവമായി ദൈവഹിതമല്ല. അത് എന്താണ് അതിന് പറയുന്നത്? ദുർനടപ്പ് എന്നാൽ അതുകൊണ്ടാണ് കർത്താവുമായി പറ്റിച്ചേരണം. നമ്മൾ വേശ്യയുമായിട്ട് എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ പറ്റിച്ചേരരുത്. അത് ഏക ശരീരമാകും എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അത് ദൈവത്തിന് വിരുദ്ധമായ തെറ്റായ ഒരു കാര്യമാണ്. ദൈവഹിതത്തിന് തെറ്റാണ്. ദുർനടപ്പ് വിട്ടോടണം. എന്നിട്ട് പറയണം, മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകും. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. എന്നിട്ടാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കേണ്ടത്? നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊരു പദവിയിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കുകയാണ്. പരിശുദ്ധാത്മാവായി ദൈവം നമ്മളിൽ വസിക്കുന്നു. എന്നിട്ട് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. നമ്മളത് മാത്രമല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താലാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. വിലയ്ക്ക് വാങ്ങിച്ചിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. 1 പത്രോസ് എഴുതിയ ലേഖനം ഇതിൻ്റെ 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ പറയാണ്, 18-19 വാക്യങ്ങളിൽ പറയാണ്, വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ, നിർദോഷമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് ആ വിലയ്ക്ക് നമുക്കുള്ളവരല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ശരീരമെന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ശരീരം ദൈവത്തിന് മഹത്വം കരയറ്റാൻ ഉപയോഗിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയാം, അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാണ്, എന്ന് വെച്ചാൽ ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ എന്താണ്? ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്നതുപോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. നാം ശരീരം കൊണ്ട് പാപം ചെയ്ത് ജീവിച്ചാലും മരിച്ചാലും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചപ്പോൾ നാം ദൈവമക്കളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് കൊണ്ട് പറയാണ്, പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്നതുപോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. എൻ്റെ പ്രത്യാശ അതാണ്. ജീവിച്ചിരിക്കുന്ന അത്രയും കാലം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി സൂക്ഷിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ളതായിരിക്കണം, പിന്നെ വിശുദ്ധമായ ജീവിതമായിരിക്കണം ശരീരം കൊണ്ട്, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിക്കാം. ഇവിടെ അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാൻ, നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എടുത്ത് വേശ്യയുടെ അവയവങ്ങളുമായിട്ട് ചേർക്കാൻ പാടില്ല, അരുത്. വേശ്യയുമായി പറ്റിച്ചേരുന്ന വ്യക്തി അവളുമായി ഏക ശരീരമാകുന്നു, ഇരുവരും ഒരു ദേഹമായി തീരും. കർത്താവിനോട് പറ്റിച്ചേരണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവനുമായി ഏക ആത്മാവാകുന്നു. അതുകൊണ്ട് ദുർനടപ്പ്, ഈ പാപ വഴികളെ വിട്ട് നമുക്ക് ഓടി ശരീരത്തിന് ദുർനടപ്പ് വിട്ട് ഓടാം.
മനുഷ്യൻ ചെയ്യുന്ന ഏത് ഭാഗവും ശരീരത്തിന് പുറത്താണ്. എന്നാൽ ദുർനടപ്പ് കാരണം സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യും. എന്നിട്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ആരാധിക്കുമ്പോൾ കരമടിക്കുന്നതല്ല, മാത്രമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ ശരീരം, പരിശുദ്ധാത്മാവ് നമ്മളിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ജീവിത പങ്കാളി അല്ലാതെ വേറൊരാളുമായി ബന്ധപ്പെടുന്നത് ശാരീരിക ബന്ധങ്ങൾ, അത് ശരീരത്തിന് പുറത്തുള്ള പാവമല്ല. ദുർനടപ്പ് എന്താണ്? നമ്മുടെ ശരീരത്തിന്, സ്വന്തം ശരീരത്തിന് തന്നെ വിരോധമായിട്ടുള്ള പാവമാണ്. അപ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് ശരീരമെന്നും ആ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നെന്നും അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പ്രസാദമുള്ള ജീവിതം നയിച്ച് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കേൾവിക്കാരായ ഓരോരുത്തരെയും വചനം പറയുന്ന എൻ്റെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കണേ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഇനി എൻ്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കാ യേശുവേ എന്നാഥനേ. ഇനി എൻ്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കായി യേശുവേ. I love you, I love you, I love you, Jesus. I love you, I love